കഴിഞ്ഞ രണ്ടാഴ്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗമടക്കം താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു. എന്നാൽ അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് ഈ മാസം 24-ന് അദ്ദേഹം കേരളത്തിലെത്തുമെന്നാണ് പുതിയ വിവരങ്ങൾ. സെപ്റ്റംബർ 2-നാണ് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ 22 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. സെപ്റ്റംബർ 27-ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കും. അമേരിക്കയിലേക്ക് പോയ സമയം മുഖ്യമന്ത്രിയുടെ ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല. പ്രധാനപ്പെട്ട ഫയലുകൾ ഫയൽ സംവിധാനം വഴി മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ അധ്യക്ഷത വഹിച്ചിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയും ജയരാജനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദുരിതാശ്വാസ ഫണ്ട് സ്വീകരിക്കുന്നതും ഇ.പി. ജയരാജനായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി പുറപ്പെട്ടിരുന്നത്. കഴിഞ്ഞ മാസം 19-ന് അമേരിക്കയിലേക്ക് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെന്നാലും കേരളത്തിലുണ്ടായ പ്രളയം കാരണം യാത്ര മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതിയാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഭാര്യ കമല വിജയനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. അമേരിക്കയിലെ മിനസോട്ടയിലുള്ള മയോ ക്ലിനിക്കിൽ അദ്ദേഹം വിവിധ പരിശോധനകൾക്ക് വിധേയനായിരുന്നു. 17 ദിവസത്തെ ചികിത്സയ്ക്ക് വിധേയനാകുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അത് 22 ദിവസമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.